2025 ഏഷ്യ കപ്പിനായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തയ്യാറെടുപ്പുകൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടൂർണമെന്റ് ആരംഭിക്കാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ടീമിന്റെ ഘടന, താരങ്ങളുടെ തിരഞ്ഞെടുപ്പ്, സ്ഥാനങ്ങൾക്കുള്ള മത്സരം തുടങ്ങിയവയെക്കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളും ആരാധകരുടെ ഇടയിൽ ആവേശം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസൺ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി തിരഞ്ഞെടുക്കപ്പെടുമെന്ന സൂചന. പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റ് വൈഭവ് ബോല പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഇതിന് പിന്നിൽ. കഴിഞ്ഞ കുറച്ച് T20 മത്സരങ്ങളിൽ ഇന്ത്യക്കായി വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്ത് സ്ഥിരമായി അവസരം ലഭിച്ചിരിക്കുന്നത് സഞ്ജുവിനാണ്. അദ്ദേഹത്തിന്റെ സ്ഥിരതയാർന്ന പ്രകടനവും താരത്തിനുള്ള അനുഭവ സമ്പത്തും ടീമിനോടുള്ള ആത്മവിശ്വാസവും കൂടി അദ്ദേഹത്തെ ഇത്തവണത്തെ ഏഷ്യ കപ്പിൽ പ്രധാന വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ പരിഗണിക്കാൻ കാരണമായിരിക്കാം. എങ്കിലും ഈ സ്ഥാനത്തിനായി മത്സരിക്കുന്ന മറ്റൊരു ശക്തമായ താരമായി നിലകൊള്ളുന്നത് KL രാഹുലാണ്. പരിക്ക് മൂലമുള്ള ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ രാഹുൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ മികച്ച ഫോമിൽ തുടരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥിരതയാർന്ന ബാറ്റിംഗ്, വിക്കറ്റ് കീപ്പിംഗ് കഴിവുകൾ, മത്സര പരിചയം എന്നിവ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വൈഭവ് ബോലയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഈ എല്ലാ കാരണങ്ങൾക്കും അപ്പുറം ടീം മാനേജ്മെന്റിന്റെയും സെലക്ഷൻ കമ്മിറ്റിയുടെയും ആദ്യ തിരഞ്ഞെടുപ്പായിരിക്കും സഞ്ജു സാംസൺ എന്നതാണ്. സെപ്റ്റംബർ 9 മുതൽ 28 വരെ UAE നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് പല ഇന്ത്യൻ താരങ്ങൾക്കും പ്രത്യേകമായ അനുഭവമാണ്. UAE ഇന്ത്യൻ ക്രിക്കറ്റിനും പ്രത്യേകിച്ച് IPL മത്സരങ്ങൾക്കും വർഷങ്ങളായി പ്രധാന വേദിയെ തുടരുന്നു. പല താരങ്ങളും ഇവിടെ മുമ്പ് കളിച്ചിട്ടുണ്ടെന്നതിനാൽ സാഹചര്യം, പിച്ച് സ്വഭാവം, കാലാവസ്ഥ എന്നിവയെക്കുറിച്ച് അവർക്ക് നല്ല പരിചയവുമുണ്ട്. സഞ്ജു സാംസണിനും UAE ഒരു പരിചിത വേദിയാണ്. അതിനാൽ തന്നെയാകാം അടുത്തിടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം UAE മത്സരങ്ങളെക്കുറിച്ച് ആവേശം പ്രകടിപ്പിച്ചത്. ഞാൻ അവസാനമായി ഇവിടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കളിച്ചത് Under-19 ലോകകപ്പിലായിരുന്നു എന്ന് സഞ്ജു പറഞ്ഞു. തുടർന്ന് IPL-ലും ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. UAE ആളുകളിൽ നിന്ന് എനിക്ക് എല്ലായ്പ്പോഴും വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ആ അനുഭവം വീണ്ടും തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഞ്ജുവിന്റെ ഈ വാക്കുകൾ അദ്ദേഹത്തിനും ആരാധകരും തമ്മിലുള്ള ബന്ധത്തിന്റെ ഗാഢത വ്യക്തമാക്കുന്നതാണ്. അതേസമയം ഏഷ്യ കപ്പിനായുള്ള ഇന്ത്യൻ ടീമിന്റെ സ്ക്വാഡിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള മറ്റു പ്രമുഖ താരങ്ങളെക്കുറിച്ചും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ടെസ്റ്റ് ടീമിന്റെ നായകൻ ശുഭ്മൻ ഗിൽ, യുവതാരം യശസ്വി ജയ്സ്വാൾ, പ്രതിഭാധനായ സായ് സുദർശൻ എന്നിവർക്കും സ്ക്വാഡിൽ ഇടം ലഭിക്കുമെന്ന് ഉറപ്പുള്ള സൂചനകളുണ്ട്. ഈ താരങ്ങൾ എല്ലാവരും കഴിഞ്ഞ വർഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചവരാണ്. ഗിലും ജയ്സ്വാളും തുടർച്ചയായി മികച്ച ഇന്നിംഗ്സുകൾ കളിച്ച് ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് നിരയെ ശക്തിപ്പെടുത്തിയവരാണ്. സായ് സുദർശൻ കുറച്ച് മത്സരങ്ങൾക്ക് മാത്രമേ കളിച്ചിട്ടുള്ളൂവെങ്കിലും അദ്ദേഹത്തിന്റെ സ്റ്റൈലും സമ്മർദ്ദ സാഹചര്യങ്ങളിൽ കളിക്കാനുള്ള കഴിവും ടീം മാനേജ്മെന്റിന്റെ ശ്രദ്ധ നേടാൻ സഹായിച്ചു. കൂടാതെ ഏറെ കാലത്തിനു ശേഷം ഇന്ത്യൻ T20 ടീമിലേക്ക് മടങ്ങിവരാൻ ഒരുങ്ങുന്ന മറ്റൊരു താരമാണ് ശ്രേയസ് അയ്യർ. 2023 ഡിസംബറിലാണ് അദ്ദേഹം അവസാനമായി ഇന്ത്യക്കായി T20 മത്സരം കളിച്ചത്. അത് ഓസ്ട്രേലിയക്കെതിരായിരുന്നു. പരിക്കുകളും ഫോമിലെ കുറവുകളും കാരണം ഏറെ നാളായി ദേശീയ ടീമിൽ നിന്ന് അകന്നിരുന്ന അയ്യർ കഴിഞ്ഞ മാസങ്ങളിൽ ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും മികച്ച തിരിച്ചുവരവ് നടത്തുകയായിരുന്നു. ബാറ്റിംഗ് മധ്യനിരയിൽ സ്ഥിരതയും അനുഭവവും നൽകുന്ന താരമായതിനാൽ അദ്ദേഹത്തിന് തിരിച്ചുവരവ് ടീമിന് വലിയ ബലം നൽകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ വളരെ സാധ്യതയുള്ള ഒന്നാണ്. ഇന്ത്യൻ ടീമിന്റെ ഒരുക്കങ്ങൾ നോക്കുമ്പോൾ 2025 ഏഷ്യ കപ്പ് നിരവധി കാരണങ്ങൾ കൊണ്ട് പ്രത്യേക പ്രാധാന്യമുള്ളതാണെന്ന് കാണാം. ഒന്നാമതായി, ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് മുമ്പ് ടീമിന്റെ അന്തിമഘടന ഉറപ്പാക്കാനുള്ള അവസരമാണിത്. രണ്ടാമതായി, യുവതാരങ്ങളും സീനിയർ താരങ്ങളും ഒരുമിച്ചുള്ള സംഘമാണ് ഇത്തവണത്തെ സ്ക്വാഡിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. സഞ്ജു സാംസൺ, ശുഭ്മൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, സായ് സുദർശൻ എന്നിവരുടെ യുവശക്തിയും KL രാഹുൽ, ശ്രേയസ് അയ്യർ എന്നിവരുടെ പരിചയസമ്പത്തും ഒന്നിച്ചു ചേരുമ്പോൾ ടീമിന്റെ ബാലൻസ് ശക്തമായി നിലനിർത്താൻ കഴിയും. സഞ്ജു സാംസണിനെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുന്നതിനുള്ള ചില പ്രധാന കാരണങ്ങൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒന്നാമത്, കഴിഞ്ഞ മാസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഗ്ലൗവിനൊപ്പം കാണിച്ച സ്ഥിരതയാർന്ന പ്രകടനം. രണ്ടാമതായി, T20 മത്സരങ്ങളിൽ വേഗത്തിൽ സ്കോർ ഉയർത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്. മൂന്നാമതായി, സമ്മർദ്ദ സാഹചര്യങ്ങളിൽ ശാന്തമായ മനോഭാവം പുലർത്തി കളിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവം. കൂടാതെ ടീമിലെ പല യുവതാരങ്ങൾക്കും നേതൃഗുണങ്ങൾ കാട്ടി പിന്തുണ നൽകാനുള്ള ശേഷിയും അദ്ദേഹത്തിനുണ്ട്. UAE ആരാധകരുമായി അദ്ദേഹത്തിനുള്ള ബന്ധവും വലിയ ഘടകമാണ്. ഇന്ത്യൻ പ്രവാസികൾ കൂടുതലുള്ള UAE സ്റ്റേഡിയങ്ങളിൽ, പ്രത്യേകിച്ച് ദുബായിലും ഷാർജയിലും മത്സരിക്കുമ്പോൾ ഇന്ത്യക്കും താരങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണ അനിവാര്യമാണ്. സഞ്ജു പോലുള്ള ജനപ്രിയ താരങ്ങൾക്ക് ഇത് വലിയ ആത്മവിശ്വാസം നൽകും. അതേസമയം KL രാഹുലിനെ ഒഴിവാക്കാൻ സാധ്യതയില്ലെന്ന് ചില നിരീക്ഷകരും പറയുന്നു. രാഹുൽ കഴിഞ്ഞ വർഷം പരിക്കിൽ നിന്ന് മടങ്ങിയതിനു ശേഷം T20 ഉൾപ്പെടെയുള്ള പല ഫോർമാറ്റുകളിലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ടെക്നിക്, അനുഭവം, അനായാസമായ സ്ട്രോക്ക് പ്ലേ എന്നിവ ടീമിന് ഗുണകരമാണ്. അതിനാൽ സെലക്ഷൻ കമ്മിറ്റിയുടെ അന്തിമ തീരുമാനത്തിൽ വിക്കറ്റ് കീപ്പറുടെ സ്ഥാനം സംബന്ധിച്ചുള്ള മത്സരം അവസാന നിമിഷം വരെ തുടരുമെന്നാണ് പ്രവചനം. പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഇത്തവണ ടീം സ്ഥിരതയ്ക്ക് മുൻഗണന നൽകാൻ സാധ്യതയുണ്ടെന്നാണ്. കാരണം അടുത്ത വർഷം നടക്കുന്ന T20 ലോകകപ്പ് മുൻനിർത്തിയാണ് ഏഷ്യ കപ്പിന്റെ ഓരോ മത്സരവും പ്രാധാന്യം നേടുന്നത്. ആകെ നോക്കുമ്പോൾ 2025 ഏഷ്യ കപ്പ് ഇന്ത്യൻ ക്രിക്കറ്റിനും ആരാധകർക്കും ഒരുപോലെ ആവേശകരമായിരിക്കും.